ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നേ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ട കാരണം ആണ് പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഇപ്പോഴും കറക്റ്റായിട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇന്നും നാളെയും. അപ്പോൾ അതുകൊണ്ട് മെഹന്തി ഇട്ടിട്ടിരുന്നതായിരുന്നു. അവളുടെ മെഹന്തിയുടെ മേക്ക് ഓവർ ഞങ്ങളാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെഹന്തിയുടേക്ക് ഞങ്ങളിതാ ഒരു ഉച്ച ടൈമായപ്പോൾ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് പോണത്. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് കേട്ടോ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നത്. ഞങ്ങളൊരു 3 മണി ആ ഒരു സമയമായപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു മേക്ക് ഓവർ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നേരെ ആദ്യം പോണത് ടൗണിലേക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയിട്ട് പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ളത് തന്നെ. ലാഷസും പിന്നെ അതുപോലെ ലെൻസും പിന്നെ കുറച്ച് റെൻ്റൽ ഓർണമെൻറ്റ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫാൻസി ഷോപ്പിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ലാഷസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലെൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ കുറച്ചൊരു ഡസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ ആൾക്ക് സ്യൂട്ടാവുന്ന ലെൻസ് ഞങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ നേരെ കുറച്ച് റെൻ്റൽ ഓർണമെൻറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. ക്ലിപ്സും അതുപോലെ ഹെയർ ആക്സസറീസും അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറേ നേരമായി കറണ്ട് പോയിട്ട്. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കറണ്ട് വേണമല്ലോ, നമുക്ക് ഫാനൊക്കെ ഉണ്ടെങ്കിലല്ലേ നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആയി സെറ്റായി കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ലൈറ്റിനിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ടോണറൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ലുക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മിനിമലായിട്ടുള്ളൊരു ലുക്ക് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഹന്തിയുടെ ലുക്കായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഹെയറിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞങ്ങൾ ഹെയർ ക്രിംബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആൾക്കൊരു ചെറിയ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തിട്ടുള്ള മോഡൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ മോഡൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഇടയ്ക്ക് വന്നും പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ കറണ്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീണ്ടും ഞങ്ങൾ എമർജൻസി ഒക്കെ വെച്ചിട്ടാണ് ഫൈനൽ ലുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ മേക്കപ്പിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ പറക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് നമ്മളിപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരും കുട്ടികളൊക്കെ റൂമിലേക്ക് കയറുമ്പോൾ ഓരോന്നും അവരെടുത്ത് കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതൊക്കെ വേഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. മലപ്പുറത്ത് പൊന്നാനിയിലാണ് നമ്മളുടെ പ്ലേസ് വരുന്നത്. അപ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ സ്നേഹപ്രകടനങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ കല്യാണത്തിന്. അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കേ. അങ്ങനെ പിന്നെ എല്ലാതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ.